അതേപോലെ തന്നെ ആർത്തവകാരികളായ സ്ത്രീകൾക്കും നിഫാസുള്ള സ്ത്രീകൾക്കുമൊക്കെ മൊബൈൽ ഫോണിലെ മുസ്ഹഫിൽ ഓതാവുന്നതാണ്. കാരണം അതല്ലാത്ത മുസ്ഹഫിനോട് ഒരിക്കലും തുലനം ചെയ്യാൻ പാടില്ലാത്തതാണ്. ആർത്തവ സമയത്ത് ഗ്ലൗസ് ധരിച്ചുകൊണ്ട് ഖുർആൻ തൊടാമെന്നും ഫോണിൽ നോക്കി ഖുർആൻ ഓതാമെന്നും ചില ഉസ്താദുമാർ പറയുന്നത് കേട്ടു. ഇത് ശരിയാണോ? നമുക്ക് നോക്കാം. ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ ഒരു കാര്യം പറയട്ടെ. താടി നീട്ടി വളർത്തിയത് കൊണ്ടോ തൊപ്പി വെച്ചത് കൊണ്ടോ വെള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടോ ഒരാളും പണ്ഡിതരാകുന്നില്ല. ഒരു കാലത്ത് തൊപ്പി വിദഅത്താണെന്ന് പറഞ്ഞു നടന്നിരുന്ന മുജാഹിദ് വഹാബികൾ ഇപ്പോൾ മുസ്ലിമീങ്ങളെ വൈബിയിപ്പിക്കാൻ വേണ്ടി ഉസ്താദുമാരുടെ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുന്നവർ സൂക്ഷിക്കുക, അവർ നിങ്ങളുടെ ഈമാനിനെ കാർന്നു തിന്നു. അത്തരക്കാരിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ നേരത്തെ കണ്ട ഇദ്ദേഹം തനിച്ച വഹാബിയാണെന്ന് മാത്രമല്ല, ഇമാമിയങ്ങൾ പഠിപ്പിച്ചതിനെതിരായി യാതൊരു തെളിവുമില്ലാതെ സ്വയം ഗവേഷണം ചെയ്ത് ഇജ്തിഹാദ് ചെയ്ത് മുഅ്മിനീങ്ങളെ വഴിപിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇവരെയൊക്കെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഹൈദുള്ളപ്പോൾ നിസ്കാരവും നോമ്പും ഹറാമായതുപോലെ തന്നെ ഹൈദുകാരിക്ക് ഖുർആൻ പാരായണം ചെയ്യലും ഹറാമാണ്. അത് ഖുർആനിൽ നോക്കിയായാലും ലാപ്പിൽ നോക്കിയായാലും നിഷിദ്ധം തന്നെ. എന്നാൽ ഖുർആൻ ഹിഫ്ളാക്കുന്ന പെൺകുട്ടികൾക്ക് അവരുടെ പഠനം മുറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ചില പ്രത്യേക നിബന്ധനകളോടുകൂടി ഖുർആൻ പാരായണം ചെയ്യാൻ മാലിക്കി മദ്ഹബിൽ ഇളവുകളുണ്ട്.